കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0. IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. BA ഹിസ്റ്ററി സെക്കൻഡ് ഇയറിലെ കോർ പേപ്പർ ആയിട്ടുള്ള BHIG 105 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 3 752 1206 CA എന്നുള്ള പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഗ്നോ മുൻ വർഷങ്ങളിലെ ടേം ആൻഡ് എക്സാമിനേഷൻസിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇൻഡെപ്തായി അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വാസ്റ്റ് ആയിട്ടുള്ള BHIG 105ൽ നിന്നും നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ഇത്തവണ എക്സാമിന് ലോങ് ആൻസർ ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതാണ് എന്നതായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, സോ ഓരോ യൂണിറ്റും എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു സിലബസ് മാപ്പിംഗിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ദെൻ ഇന്റേണൽ ചോയ്സസ് എങ്ങനെയാണ്. ഇന്റേണൽ ചോയ്സ് മീൻസ് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്പറിന്റെ കീഴിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. രണ്ട് ടൈപ്പ് അല്ല, രണ്ട് ക്വസ്റ്റ്യൻസ്. അതിലേതെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഓർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ, അതിനെയാണ് ഇന്റേണൽ ചോയ്സസ് എന്ന് പറയുന്നത്. ദെൻ മാർക്ക് വെയിറ്റേജ് ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ എക്സാമ്പിളായിട്ട് വരുന്നതാണ് നമ്മളുടെ ഒരു അഗ്രാരിയൻ സിസ്റ്റംസ്, ട്രേഡ് നെറ്റ്വർക്ക്, സോഷ്യൽ ചേഞ്ച് എന്നുള്ളതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ അതിനുശേഷം നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ് നടത്തുന്നത്. അതായത് ഓരോ യൂണിറ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതിനെ തന്നെ നമ്മൾ വെരി ഹൈ റെലവെന്റ് പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക് എന്നും ഹൈ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക് എന്നും മോഡറേറ്റ് പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബബിലിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം അതിലേക്ക് വരുമ്പം ഈ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ ആൻസേഴ്സ്, നമ്മളൊരു ആൻസറിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, അതിൽ എന്തൊക്കെ കീ പോയിന്റ്സ് ആയിരിക്കണം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതിലെ മാർക്കിംഗ് എങ്ങനെയായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആൻസർ ഗൈഡ് ബുക്ക് ലേൺവൈസ് ആപ്പിൽ PYQUA അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന ഫോൾഡറിന്റെ കീഴിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ എല്ലാവരും അത് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഈ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ മെത്തഡോളജിയിലേക്ക് വരുമ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ വിശദമായിട്ട് വിശകലനം ചെയ്തിട്ട് ഇത്തവണ എക്സാമിന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ അതിലൂടെ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അതിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്,
നമ്മളുടെ പല കോൺസെപ്റ്റുകളും നമുക്ക് എന്നും നമ്മളുടെ മിഡീവൽ ടൈംസിനെ കുറിച്ചിട്ടാണെങ്കിലൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല ടോപ്പിക്സും ഉണ്ട്. ആ ടോപ്പിക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും. നമ്മൾ സിലബസ് മാപ്പിംഗിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബാർ ചാർട്ട് കാണാൻ പറ്റും. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 2-ൽ നിന്നാണ്. റീജിയണൽ കിങ്ഡംസ് നോർത്ത് ആൻഡ് വെസ്റ്റ് എന്നുള്ള യൂണിറ്റ് 2-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ദെൻ അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 1 സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫിയും യൂണിറ്റ് 3-ലെ ചോള പൊളൈറ്റിയിൽ നിന്നുമാണ് പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 4 ആയിട്ടുള്ള ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദെൻ യൂണിറ്റ് 6-ൽ നിന്നും യൂണിറ്റ് 5-ൽ നിന്നും ഏതാണ്ട് ഒരേപോലെയാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഇതിൽ ഏറ്റവും ക്വസ്റ്റ്യൻസ് കുറവ് ചോദിച്ചിട്ടുണ്ടായിരുന്ന യൂണിറ്റ് 17 സയൻസ് ആൻഡ് നോളജ് സിസ്റ്റം എന്നുള്ളതിൽ നിന്നാണ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് ഏതൊക്കെ യൂണിറ്റിൽ നിന്നുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് കൂടുതൽ റെലവെന്റ് ആയിട്ടുള്ളത്, എത്ര തവണയാണ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. യൂണിറ്റ് 1-ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 1-ന്റെ പേര് സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളതാണ്. അതിലെ എപ്പിഗ്രഫി, കോയിൻസ്, ടെക്സ്റ്റ്, മെത്തേഡ് എന്നുള്ളത് ടോപ്പിക്സ് ഹൈ റെലവെന്റ് ഉള്ള ടോപ്പിക്സ് ആണ്. സോ ഈ ഒരു സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത് ഹൈ റെലവെന്റ് ഉള്ള ഒരു യൂണിറ്റ് ആണ്. ഈ ടോപ്പിക്സിൽ നിന്നും എക്സാമിനേഷൻസിന് ഏകദേശം 12 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം 12 തവണയും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത്. ഇനി നമുക്ക് യൂണിറ്റ് 2 ആയിട്ടുള്ള റീജിയണൽ കിങ്ഡംസിലേക്ക് നോക്കുന്ന സമയത്ത് അതിൽ സ്റ്റേറ്റ് ഫോർമേഷന്, രജ്പുത് ഹൗസസ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 13 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 3 ആയിട്ടുള്ള ചോള പൊളൈറ്റിയുടെ കീഴിൽ വരുന്ന കിങ്ഷിപ്പ്, അഡ്മിനിസ്ട്രേഷൻ, നേവി എന്നുള്ള ടോപ്പിക്കുകളും ഹൈ റെലവൻസിൽ വരുന്ന ടോപ്പിക്സ് ആണ്. 12 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 4-ലെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന യൂണിറ്റ് 4-ലെ നാട്, സഭ, കമ്മിറ്റീസ് എന്നുള്ള ടോപ്പിക്സും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 11 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 5-ലെ അഗ്രാരിയൻ എക്സ്പാൻഷൻ ആൻഡ് ലാൻഡ് ഗ്രാൻസ് എന്നുള്ള യൂണിറ്റ് 5-ലെ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ബ്രഹ്മദേയ, അഗ്രഹാര ആൻഡ് ഇറിഗേഷൻ എന്നുള്ളതാണ്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 6 ട്രേഡ് മാർക്കറ്റ്സ് ആൻഡ് ഗിൽഡ്സ്. ഇതിലെ മെർച്ചന്റ് കോർപ്പറേഷൻസ്, നഗരം എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 7 ആയിട്ടുള്ള അർബനൈസേഷൻ ആൻഡ് ടൗൺസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് പറയുന്നത് മാർക്കറ്റ് നോട്ട്സ്, ക്രാഫ്റ്റ് ക്വാർട്ടേഴ്സ് എന്നുള്ളതാണ്. ഇത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 7 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 8 ആയിട്ടുള്ള സൊസൈറ്റി, വർണ്ണ, ജാതിയിലെ സോഷ്യൽ റാങ്കിങ്, ലേബർ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 9 ജെൻഡർ ആൻഡ് ഹൗസ് ഹോൾഡിലെ റോൾസ്, പ്രോപ്പർട്ടി, ലേബർ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 10 ഭക്തി, ശൈവ സ്ട്രാൻഡ്സിലെ ന്യായന്മാർ, പോയട്രി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 8 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 11 ഭക്തി, വൈഷ്ണവ സ്ട്രാൻഡ്സിലെ ആൾവാർ, ഹിംനോഡി, ടെമ്പിൾസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 8 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 12-ലെ ടെമ്പിൾ എക്കോണമി ആൻഡ് എൻഡോവ്മെന്റ്സിലെ ഫൈനാൻസ്, ലീസസ്, ക്രെഡിറ്റ് എന്നുള്ള ടോപ്പിക്കുകളും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 9 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 13 ആർക്കിടെക്ചർ, നഗര എന്നുള്ളതാണ്. സോ ഇതിലെ പ്ലാൻ, ഫോംസ്, ആർട്ടിക്കുലേഷൻ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 14 ആയിട്ടുള്ള ആർക്കിടെക്ചർ ദ്രാവിഡ എന്നുള്ള യൂണിറ്റിലേക്ക് വരുമ്പോൾ അതിലെ സൂപ്പർ സ്ട്രക്ചേഴ്സ്, മണ്ഡപാസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 15 ആർക്കിടെക്ചർ ബേസര എന്നുള്ളതാണ്. സോ ഇതിലെ ഹൈബ്രിഡ് ഇഡിയം, വാൾ റിതംസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 16 വരുന്നത് ട്രാൻസ് റീജിയണൽ കോണ്ടാക്ട്സ് ആണ്. അതിലെ അറബ് പേർഷ്യൻ ലിങ്ക്സ്, ടെക്നോളജി എന്നുള്ളതും
ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 17 സയൻസ് ആൻഡ് നോളജ് സിസ്റ്റംസ് എന്നുള്ളതാണ്. ഇതിൽ ആസ്ട്രോണമി ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ ആദ്യം പഠിക്കേണ്ട 3 ടോപ്പിക്സ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് റീജിയണൽ കിങ്ഡംസ് എന്നുള്ളതാണ്. ഇപ്പൊ യൂണിറ്റ് 2 നിന്നുള്ള റീജിയണൽ കിങ്ഡംസ് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 13 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത്. ദെൻ രണ്ടാമത്തേത് യൂണിറ്റ് 1 നിന്നുള്ള സോഴ്സസ്, അതും 12 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് വരുന്നത് ചോള പൊളൈറ്റി എന്നുള്ളതാണ്. സോ ചോള പൊളൈറ്റിയും എക്സാമിന് 12 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ ഒരു ചോള പൊളൈറ്റിയും അതുപോലെ തന്നെ സോഴ്സസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ 3 ടോപ്പിക്കുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഏകദേശം എല്ലാ സെഷൻസിലും ഈ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇത് ലോങ് എസ്സേ ആയിട്ടും അതുപോലെ തന്നെ സോഴ്സ് മെത്തേഡ് പ്രിപ്പറേഷനും 2 രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു ഹൈ പ്രയോറിറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട അടുത്ത ടോപ്പിക്സ് ആണ് 3 ടോപ്പിക്സ് വരുന്നത്. അതിലൊന്ന് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ്. അപ്പൊ 11 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. ദെൻ രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ അഗ്രാരിയൻ ആൻഡ് ലാൻഡ് ഗ്രാൻഡ്സ് എന്നുള്ളതാണ്. യൂണിറ്റ് 5 നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. ഇതും 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 6 ട്രേഡ് ആൻഡ് ഗിൽഡ്സ് എന്നുള്ളതും 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 3 ഏരിയാസും നിങ്ങൾ നല്ലോണം പഠിക്കുക. ഇതിൽ നമുക്ക് ലിങ്ക് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ലാൻഡ് ഗ്രാൻഡ്സിനെയും അതുപോലെ തന്നെ ട്രേഡ് ഗിൽഡും ഒക്കെ ലിങ്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലാൻഡ് ഗ്രാൻഡ്സും ട്രേഡ് ഗിൽഡ്സും ഒക്കെ എങ്ങനെയാണ് നമ്മളുടെ ഏർലി മിഡീവൽ ഇന്ത്യയിലെ എക്കോണമിയെയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെയും സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്തിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്നുള്ളതാണ്. നമ്മളുടെ എക്സാമിന് ഏതൊക്കെ ടൈപ്പിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്? പ്രധാനമായിട്ടും 4 ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് വൺ ലോങ് എസ്സേ. അതിൽ അനലിറ്റിക്കൽ എസ്സേ 50 to 20 മാർക്സ് ആണ് ഉണ്ടാവുക. നമ്മൾ 450 to 600 വേർഡ്സിലാണ് ലോങ് എസ്സേ എഴുതേണ്ടത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഷോർട്ട് എസ്സേ ആണ്. ഷോർട്ട് എസ്സേ ഫോക്കസ്ഡ് അനാലിസിസ് ആണ്. നമ്മളുടെ മാർക്ക് വരുന്നത് 8 to 12 മാർക്സ് ആണ്. അതിന്റെ നമ്മളൊരു 250 to 350 വേർഡ്സിലാണ് ഷോർട്ട് എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഷോർട്ട് നോട്ട്സിലേക്ക് വരുമ്പോൾ 4 to 6 മാർക്സ് ആണ് ഷോർട്ട് നോട്ട്സിന് ഉണ്ടാവുക. അതൊരു 100 to 150 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ സോഴ്സ് ബേസ്ഡ് ആണ്. ഡോക്യുമെന്റ് ഓർ ഇൻസ്ക്രിപ്ഷൻ റീഡിംഗ് ആണ്. അതിൽ 8 to 10 മാർക്സ് ആണ് ഉണ്ടാവുക. 200 to 300 വേർഡ്സിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, നമ്മളുടെ ഹിസ്റ്ററി എക്സാമിന് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ന്യൂമറിക്കൽ പ്രോബ്ലം കേസ് സ്റ്റഡി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ലോങ് എസ്സേയിൽ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ഒരു 50 to 20 മാർക്സ് ആണ് നമുക്ക് ലോങ് എസ്സേക്ക് ഉണ്ടാവുക. സോ അതിൽ 450 to 600 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇവിടെ നമ്മൾ ലോങ് എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഒരു സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്താക്കണം, ഫോളോ ചെയ്യണം. ആദ്യം അതിൽ ഇൻട്രൊഡക്ഷൻ എഴുതുക. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്, ആ ഒരു ടോപ്പിക്കിന് അല്ലെങ്കിൽ ആ ഒരു തിസിസ് നമ്മൾ തയ്യാറാക്കുക, ഒരു ഓവർവ്യൂ നമ്മൾ കൊടുക്കുക. ദെൻ അതിനുശേഷം സബ് ആർഗ്യുമെന്റ്സ്, നമുക്ക് അതിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ദെൻ കൗണ്ടർ പോയിന്റ്, ആ ഒരു സപ്പോർട്ടിംഗ് പോയിന്റ്സിന് എതിരായിട്ടുള്ള എന്തെങ്കിലും കൗണ്ടർ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ദെൻ ഫൈനലി എന്താക്കുക, കൺക്ലൂഷനും ആഡ് ചെയ്യാം. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താക്കേണ്ടത്, ലോങ് എസ്സേ എഴുതേണ്ടത്. ഇതിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടേംസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കോൺക്രീറ്റ് ഇല്ലുസ്ട്രേഷൻസും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം.
ദെൻ ഷോർട്ട് എസ്സേ ആണ് അടുത്ത ടൈപ്പ് ഓഫ് ഒരു ഫോം ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇതില് നമുക്ക് എന്താണ് ഒരു 8 to 12 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അത് നമ്മളൊരു 250 to 350 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഈ ഒരു ഷോർട്ട് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം അത് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 പോയിന്റ്സ് എഴുതാം. ദെൻ അതിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ആ ഒരു മെയിൻ ആർഗ്യുമെന്റിനെ കൺക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ഷോർട്ട് എസ്സേ ആയിട്ട് നമ്മളോട് ഇപ്പൊ ചോദിക്കാൻ സാധ്യത അല്ലെങ്കിൽ എക്സാമ്പിൾ അതിൽ പറയാൻ പറ്റുന്നത് അഗ്രാരിയൻ എക്സ്പാൻഷനെ കുറിച്ചിട്ട് നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഭക്തി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് പൊതുവെ 4 to 6 മാർക്കാണ് ഷോർട്ട് നോട്ട്സിന് ഉണ്ടാവുക. അതിൽ നമ്മളൊരു 100 to 150 വേർഡ്സിലാണ് ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, പ്രിസൈസ് ആയിരിക്കണം. അതിൽ നമ്മൾ ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്യാം, ദെൻ 2 കീ ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം, ദെൻ അതിന്റെ സിഗ്നിഫിക്കൻസ്, ദെൻ ലിമിറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മൾ ആ ഒരു ആഴത്തിലേക്ക് കാര്യങ്ങളൊന്നും എഴുതണ്ട, ഒരു ഡെപ്തിലേക്ക് പോവാതെ അതിന്റെ ഒരു ബ്രെഡ്ത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒരു 100 to 150 വേർഡ്സിലാണ് നമ്മളിത് ഫിൽ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് സോഴ്സ് ബേസ്ഡ് ആണ്. സോ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സ്, ഇപ്പം ഇൻസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനെ കുറിച്ച് എഴുതാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇൻസ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ നമ്മൾ എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, അതിൽ ഓതർഷിപ്പ് വേണം, അതായത് ആരായിരുന്നു അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്റന്റ്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് എന്തായിരുന്നു. ദെൻ ഇന്റേണൽ എവിഡൻസ്, ആ ഇൻസ്ക്രിപ്ഷനിലെ ടെക്സ്റ്റുകളിൽ എന്താണ് പറയുന്നത്. ദെൻ അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഇതാണ് സോഴ്സ് ബേസ്ഡിൽ നമ്മൾ എഴുതേണ്ടത്. ഇതിന് 8 to 10 മാർക്സ് ആണ് വരാറുള്ളത്. ഒരു 200 to 300 വേർഡ്സിലാണ് നമ്മളിത് എഴുതി തീർക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഓരോ യൂണിറ്റിൽ നിന്നും എത്രത്തോളം മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025 ഈ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഈ 5 സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി നോക്കുന്ന സമയത്ത് ഒരു 9.1% ക്വസ്റ്റ്യൻസ് ഈ ഒരു 5 സൈക്കിളിലായിട്ട് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതായത് 9.1 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റീജിയണൽ കിങ്ഡംസ് നോർത്ത് ആൻഡ് വെസ്റ്റിലേക്ക് വരുമ്പം 9.7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ദെൻ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ചോള പൊളൈറ്റിയിലേക്ക് വരുമ്പോൾ 9%ന്റെ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ചോള പൊളൈറ്റിയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ദെൻ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള യൂണിറ്റിൽ നിന്നും 8.1% ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ദെൻ അഗ്രാരിയൻ എക്സ്പാൻഷൻ ആൻഡ് ലാൻഡ് ഗ്രാൻഡ്സിലേക്ക് വരുമ്പോൾ 7.6% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ട്രേഡ് മാർക്കറ്റ്സ് ആൻഡ് ഗിൽഡ്സിലേക്ക് വരുമ്പോൾ 7.6% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അർബനൈസേഷൻ ആൻഡ് ടൗൺസിലേക്ക് വരുമ്പോൾ 5.2% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ സൊസൈറ്റി, വർണ്ണ, ജാതി എന്നുള്ള യൂണിറ്റിലെ 5.2% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ജെൻഡർ ആൻഡ് ഹൗസ് ഹോൾഡിലെ 3.7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഭക്തി, ശൈവ, ട്രാൻസിലെ 6.1% മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഭക്തി, വൈഷ്ണവ ട്രാൻസിലെ 6% മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ദെൻ ടെമ്പിൾ എക്കോണമി ആൻഡ് എൻഡോമെന്റ്സിൽ 6.7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ദെൻ ആർക്കിടെക്ചർ, നഗരയിൽ നിന്നും 3.7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആർക്കിടെക്ചർ ദ്രാവിഡയിൽ നിന്നും 4.4% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ദെൻ ആർക്കിടെക്ചർ വേസരയിൽ നിന്നും 3.0 അതായത് 3% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെയിം ട്രാൻസ് റീജിയണൽ കോണ്ടാക്ട്സിൽ നിന്നും 3% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ദെൻ സയൻസ് ആൻഡ് നോളജ് സിസ്റ്റത്തിൽ നിന്നും 2% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ ഒരു സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേബിൾ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ ഷോർട്ട് നോട്ട് നോക്കുന്ന സമയത്തും അതും വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും അതിലില്ല.
ജൂൺ 2025 ഷോർട്ട് എസ്സേ ആയിട്ടും അതുപോലെ തന്നെ സോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ഷോർട്ട് എസ്സേ നോക്കുന്ന സമയത്ത് ഷോർട്ട് എസ്സേ ജൂൺ 2022 കുറച്ച് കുറവായിരുന്നു, പിന്നെ ഡിസംബർ 2022 കൂടുന്നുണ്ട്, ജൂൺ 2023 കുറയുന്നു, ഡിസംബർ 2023 നന്നായിട്ട് കുറയുന്നു, പിന്നെ അങ്ങോട്ട് ജൂൺ 2024 തൊട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഏരിയയിൽ നിന്നും ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ ഫൈനലി നമ്മൾ ലോങ് എസ്സേ നോക്കുന്ന സമയത്തും ലോങ് എസ്സേയിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇനീഷ്യലി ജൂൺ 2022 കുറവായിരുന്നു എങ്കിൽ പിന്നെ ഡിസംബർ 2023 എത്തുമ്പോൾ അത് കൂടുന്നു, ദെൻ വീണ്ടും കൂടുന്നുണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പാറ്റേൺ, അതായത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഈ ഷോർട്ട് എസ്സേ ഡിസംബർ 2023 ശേഷം എന്താണ് കൂടുതൽ അത് സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കൂടുതൽ ഏരിയാസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ദെൻ ലോങ് എസ്സേയും എന്താണ് ഒരു 2022 മുതൽ 2023 വരെ ഒരു 40 to 42% ആയിരുന്നു എങ്കിൽ 2024-25 36 to 38% ആയിട്ട് കുറയുന്നു. പക്ഷെ ഇതന്നെയാണ് എന്ത് സിംഗിൾ ലാർജസ്റ്റ് കോമ്പണന്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ലോങ് എസ്സേ മസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ദെൻ സോഴ്സ് ബേസ്ഡ് ആണെങ്കിലും അതെന്തൊരു സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഫൈനൽ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പ്രിപ്പറേഷൻ ടിപ്പ് ആണ്. സോ നമുക്കറിയാം ടോട്ടൽ 100 മാർക്കിനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരിക. അതിൽ 3 ഹവറിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇതിൽ 18 മിനിറ്റ് നമ്മൾ എന്താക്കാം, നമ്മളുടെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാനും നമ്മളുടെ ആൻസേഴ്സ് പ്ലാൻ ചെയ്യാനും ദെൻ ഫൈനലി നമ്മളുടെ ഒരു ആൻസേഴ്സിനെ നമ്മൾ റിവ്യൂ ചെയ്യല്ലോ, അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു 18 മിനിറ്റ് നമ്മൾ മാറ്റി നിർത്താം. ദെൻ അതിനുശേഷം നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും നമ്മൾ ഓരോ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ലോങ് എസ്സേക്ക് ഒരു 63 മിനിറ്റ്സ് കൊടുക്കാം. 63 മിനിറ്റ്സിന്റെ ഉള്ളിൽ ലോങ് എസ്സേ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ 51 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഷോർട്ട് എസ്സേ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ 31 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ 17 മിനിറ്റ്സിന്റെ ഉള്ളിൽ സോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. സോ ഇതിൽ തന്നെ നിങ്ങളിപ്പം ലോങ് എസ്സേ ചെയ്താണെങ്കിലും ഷോർട്ട് എസ്സേ ചെയ്താണെങ്കിലും അതിലൊരു 2 to 3 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എഴുതണം, ആ ഒരു തെസിസിനെ കുറിച്ചിട്ട് ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി വെക്കാം. ഇപ്പം ഡെഫിനിഷൻ എന്തൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കണം, ദെൻ അതിൽ നമ്മൾ എന്തൊക്കെ സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ദെൻ നമ്മൾ അത് എഴുതുന്ന സമയത്ത് എന്താ കറക്റ്റ് ഹെഡ്ലൈൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ്, ഡേറ്റ്സ്, നെയിംസ്, ട്രാൻസിഷൻ ഇതൊക്കെ കറക്റ്റ് ആണ് എന്നുള്ളതും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം ഒരു ടെർമിനോളജി ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ശരിയായിട്ടുള്ള ടേംസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നോക്കുന്നത്. അതായത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 10 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് വൺ, അനലൈസ് ദ റൈസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ചോള സ്റ്റേറ്റ് അണ്ടർ രാജരാജ 1 ആൻഡ് രാജേന്ദ്ര 1 വിത്ത് റെഫറൻസ് ടു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാർഫെയർ. 8 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ചോള പൊളൈറ്റിൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണിത്. ദെൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യന്, explain agrarian expansion with reference to land grants, Brahmadeya, Agrahara, irrigation and the temple economy. ഇതും 8 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ തേർഡ് വൺ, discuss the evidentiary value and limitations of epigraphic and numismatic sources for early medieval India. 7 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് വൺ, assess the growth of urban centers and long distance trade including Indian Ocean and Southeast Asian links. 7 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. Then fifth one, evaluate the nature of Rajput polity and regional state formation between 800 CE and 1200 CE. ഇതും 7 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്.
Then sixth question, outline the structure and functioning of Chola local self-government. 6 തവണയാണ് question ചോദിച്ചിട്ടുള്ളത്. Then seventh one, examine Bhakti movements with reference to Nyayanmas and Alvas and their social impact. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. Then eighth one, discuss social change with reference to Varna Jati dynamics and household labor in the early medieval period. 6 തവണ ചോദിച്ചിട്ടുള്ള question ആണ്. Then ninth one, describe major trends in Dravida architecture with examples such as Brihadreshwara temple. Fifth, 5 times ചോദിച്ചിട്ടുള്ള ഒരു question ആണ്. Then 10th one, analyze urban Arab-Persian contacts, trade, technology and cultural transmission between 750 and 1200 CE. 5 തവണ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റ്യനും എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ആവറേജ് മാർക്ക് എന്തായിരുന്നു എന്ന് കാണിക്കുന്ന ടേബിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ റൈസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ചോള സ്റ്റേറ്റ് അണ്ടർ രാജരാജ 1 ആൻഡ് രാജേന്ദ്ര 1 വിത്ത് റെഫറൻസ് ടു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാർഫെയർ എന്നുള്ളത് 3rd യൂണിറ്റിൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. ആവറേജ് മാർക്ക് 18 ആയിരുന്നു. 8 തവണയാണ് ഇത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 5 അഗ്രാരിയൻ എക്സ്പാൻഷൻ ആൻഡ് ലാൻഡ് ഗ്രാൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Explain agrarian expansion with a special reference to land grants, Brahmadeya, Agrahara, irrigation and the temple economy. 12 ആവറേജ് മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 1 ആയിട്ടുള്ള സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ എവിൻജറി വാല്യൂ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എപ്പിഗ്രഫിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് സോഴ്സസ് ഫോർ ഏർലി മിഡീവൽ ഇന്ത്യ. 15 ആവറേജ് മാർക്ക് വരുന്ന 7 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 6 ആയിട്ടുള്ള ട്രേഡ് ആൻഡ് മാർക്കറ്റ്സ് ആൻഡ് ബിൽസ് എന്നതിലുള്ള അസസ് ദ ഗ്രോത്ത് ഓഫ് urban centers ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഇൻക്ലൂഡിംഗ് ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ലിങ്ക്സ് എന്നുള്ള ക്വസ്റ്റ്യന് 12 ആയിരുന്നു ആവറേജ് മാർക്ക്. 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 2 ആയിട്ടുള്ള റീജിയണൽ കിങ്ഡംസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Evaluate the nature of Rajput polity and regional state formation between 800 and 1200 CE. Average mark 15 ആയിരുന്നു. 7 times ആണ് ചോദിച്ചിട്ടുള്ളത്. Then unit 4 local institutions നിന്നുള്ള ഒരു ടോപ്പ് യു ക്വസ്റ്റ്യൻ ആയിരുന്നു. Outline the structure and functioning of Chola local self government Ur Nadu Sabha. Average mark 10 ആയിരുന്നു. 6 times ആണ് ചോദിച്ചിട്ടുള്ളത്. Then unit 10 Bhakti Shaiva stance നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Examine Bhakti movements with reference to Nayanmas and Alvas and their social impact. Average mark 12 ആയിരുന്നു. 6 times ആണ് ചോദിച്ചിട്ടുള്ളത്. Then unit 8 Society Varna Jati എന്നുള്ളതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Discuss social change with reference to Varna Jati dynamics and household labor in the early medieval period. ആവറേജ് മാർക്ക് 10 ആയിരുന്നു. 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 14 ആർക്കിടെക്ചർ ദ്രാവിഡ എന്നുള്ള യൂണിറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് മേജർ ട്രെൻഡ്സ് ഇൻ ദ്രാവിഡ ആർക്കിടെക്ചർ വിത്ത് എക്സാമ്പിൾസ് സച്ച് ആസ് ബൃഹദേശ്വര ടെമ്പിൾ. ആവറേജ് മാർക്ക് 10 ആയിരുന്നു. 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 16 ട്രാൻസ് റീജിയണൽ കോണ്ടാക്ട്സ് എന്നതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Analyze contacts with the Arab-Persian world, trade, technology and cultural transmission between 750 and 1200 CE. 8 ആയിരുന്നു ആവറേജ് മാർക്ക്. 5 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 54.2% ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി 45.8% ആണ് ബാക്കി ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ. സോ ഈ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെ എഴുതി പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഡ്രിൽ ലൈക്ക് ദ എക്സാം എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇവിടെ ഓരോ ടോപ്പിക്സും നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 5 മിനിറ്റിൽ ഔട്ട്ലൈൻ തയ്യാറാക്കുക. ഒരു ഔട്ട്ലൈനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ എഴുതാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ടൊരു ഓവർവ്യൂ കൊടുക്കുക. ദെൻ ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 2 to 3 ആർഗ്യുമെന്റ്സ്, സബ് ആർഗ്യുമെന്റ്സ് കൊടുക്കുക. പ്ലസ് അതിന്റെ കൂടെ എന്താക്കുക, എക്സാമ്പിൾസും കൊടുക്കുക. ദെൻ അതിനുശേഷം ഒരു 12 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ ആ ഒരു എസ്സേ നിങ്ങൾ എഴുതി തയ്യാറാക്കുക.
ദെൻ ലാസ്റ്റ് 1 to 2 മിനിറ്റ്സിൽ നിങ്ങൾ ഡേറ്റ് അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള നെയിം ഒക്കെ ശരിയാണോ അതിനെ കുറിച്ചിട്ട് എന്താണ് ഒന്ന് നിങ്ങൾ അതൊന്ന് പരിശോധിക്കാം. ദെൻ നെക്സ്റ്റ് എവിഡൻസ് പാക്സ് എന്നുള്ളതാണ്. സോ ഇവിടെ പ്രിപ്പയർ എ മിനി പാക്ക് പെർ തീം, ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ് പ്ലസ് 1 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽ പ്ലസ് 1 കൗണ്ടർ പോയിന്റ്. സോ നിങ്ങൾ ഈ എസ്സേസ് എഴുതുന്ന സമയത്ത് അതിൽ നമുക്ക് എവിഡൻസ് കൊടുക്കണമല്ലോ. സോ ആ ഒരു എവിഡൻസിനെ കുറിച്ചിട്ടും നിങ്ങൾ കൃത്യമായിട്ട് ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ഏരിയയിൽ ഏതൊക്കെ എവിഡൻസ് ആണ് വരുന്നത് അതിൽ 2 ഇൻസ്ക്രിപ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കോയിൻസിനെ കുറിച്ചിട്ടും മനസ്സിലാക്കി വെക്കുക. ദെൻ നിങ്ങളിപ്പം ആർഗ്യുമെന്റ്സ് എഴുതുന്നത് നമ്മൾ പറഞ്ഞല്ലോ, സബ് ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ആർഗ്യുമെന്റ്സിനെ കൗണ്ടർ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും നിങ്ങൾ കൊടുക്കുക, കൗണ്ടർ പോയിന്റ്സും നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ഫൈനലി റിപ്പീറ്റ് ആൻഡ് ടൈം ഇറ്റ്. അപ്പം ആ ഒരു ടൈം മാനേജ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, റിപ്പീറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 2 തവണയെങ്കിലും നിങ്ങൾ ആ ഒരു ടൈം മാനേജ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഇത്തവണ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ യൂണിറ്റ് 2-ലെ റീജിയണൽ കിങ്ഡംസ് നോർത്ത് വെസ്റ്റ് എന്നുള്ളതാണ് യൂണിറ്റ് 2-ന്റെ പേര്. അതിൽ സ്റ്റേറ്റ് ഫോർമേഷൻ രജ്പുത് ഹൗസസ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. 100% എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 1 സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫിയിലെ എപ്പിഗ്രഫി, കോയിൻസ്, ടെക്സ്റ്റ്, മെത്തേഡ് എന്നുള്ളതും ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. 86% ആണ് നമ്മൾ അതിന്റെ സാധ്യത കണക്കാക്കുന്നത്. യൂണിറ്റ് 3-ല് ചോള പൊളൈറ്റി ആണ് യൂണിറ്റ് 3. അതിൽ കിങ്ഷിപ്പ്, അഡ്മിനിസ്ട്രേഷൻ, നേവി എന്നുള്ളതും ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. 86% എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. യൂണിറ്റ് 4 ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ നാടു സഭ കമ്മിറ്റീസ് എന്നുള്ളതും ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്കാണ്. 86% ആണ് അതിന്റെ പ്രോബബിലിറ്റി പറയുന്നത്. യൂണിറ്റ് 5 അഗ്രാരിയൻ എക്സ്പാൻഷൻ ആൻഡ് ലാൻഡ് ഗ്രാൻസ് ആണ്. അതിലെ ബ്രഹ്മദേയ, അഗ്രഹാര, ഇറിഗേഷൻ എന്നുള്ളതും ഹൈ കാറ്റഗറിയിൽ വരുന്ന 71% പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 6 ട്രേഡ്, മാർക്കറ്റ്സ് ആൻഡ് ഗിൽഡ്സ് എന്നുള്ളതാണ്. അതിലെ മെർച്ചന്റ് കോർപ്പറേഷൻസ് ആൻഡ് നഗരം എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന 71% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 12-ല് ടെമ്പിൾ എക്കോണമി ആൻഡ് എൻഡോമെന്റ്സ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന 71% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഫൈനാൻസ്, ലീസസ്, ക്രെഡിറ്റ് എന്നുള്ളത്. ദെൻ യൂണിറ്റ് 7-ലെ അർബനൈസേഷൻ ആൻഡ് ടൗൺസ് എന്നുള്ളതാണ് യൂണിറ്റ് 7-ന്റെ പേര്. അതിലെ മാർക്കറ്റ് നോട്ട്സ്, ക്രാഫ്റ്റ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്കാണ്. 57% ആണ് അതിന്റെ സാധ്യത. ദെൻ യൂണിറ്റ് 8-ന്റെ നെയിം സൊസൈറ്റി, വർണ്ണ, ജാതിയാണ്. അതിലെ സോഷ്യൽ റാങ്കിങ്, ലേബർ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 57% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 10 ഭക്തി, ശൈവ, സ്ട്രാൻസിലെ മ്യാൻമാർ, പോയട്രി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതും മീഡിയം കാറ്റഗറി വരുന്ന 57% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 11-ലെ ഭക്തി, വൈഷ്ണവ, സ്ട്രാൻസ്, അതിലെ ആൽവാർ, ഹിംനോഡി, ടെമ്പിൾസ് എന്നുള്ള ടോപ്പിക് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 57% ആണ് അതിന്റെ സാധ്യത. ദെൻ യൂണിറ്റ് 9 ജെൻഡർ ആൻഡ് ഹൗസ് ഹോൾഡ് എന്നുള്ളത് അതിലെ റോൾസ്, പ്രോപ്പർട്ടി, ലേബർ എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 43% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 13 ആർക്കിടെക്ചർ, നഗര എന്നതിലെ പ്ലാൻ, ഫോംസ്, ആർട്ടിക്കുലേഷൻ എന്നുള്ളത് മീഡിയം കാറ്റഗറി വരുന്ന 43% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 14 ആർക്കിടെക്ചർ, ദ്രാവിഡ എന്നതിലെ സൂപ്പർ സ്ട്രക്ചേഴ്സ്, മണ്ഡപാസ് എന്നുള്ളതും മീഡിയം കാറ്റഗറി വരുന്ന 43% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 15 ആർക്കിടെക്ചർ, വേസര, അതിലെ ഹൈബ്രിഡ് ഇഡിയം, വോൾ റിതംസ് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 29% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 16-ലെ ട്രാൻസ് റീജിയണൽ കോണ്ടാക്ട്സ് എന്നുള്ളതാണ് യൂണിറ്റ് 16-ന്റെ പേര്. അതിലെ അറബ് പേർഷ്യൻ ലിങ്ക്സും ടെക്നോളജി എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 29% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ഫൈനലി യൂണിറ്റ് 17 സയൻസ് ആൻഡ് നോളജ് സിസ്റ്റത്തിലെ ആസ്ട്രോണമി, ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത് ലോ കാറ്റഗറിയിൽ വരുന്ന 14% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടോപ്പിക്കിന് ഇത്രതരം പ്രോബബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും എക്സാമിന് വരാൻ വളരെ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയുന്നത് അത് എത്ര തവണ എക്സാമിന് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്.
സോ ഇവിടെ ഈ ഒരു ഹൈ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പിയേഴ്സ് ഇൻ 7 ഔട്ട് ഓഫ് 7 സെഷൻസ്, 7 സെഷൻസിലും ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഹൈ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ നമ്മൾ ഈ ഒരു H2 എന്ന് പറയുന്നത് ഒരു 7ൽ 6 ടൈംസും ചോദിച്ചിട്ടുള്ളതാണ് സോഴ്സ് മെത്തേഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ദെൻ ഈ ചോള പൊളൈറ്റി അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള ഫീച്ചറും 6 തവണയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാടു സഭ സ്ട്രക്ചേഴ്സ് കമ്മിറ്റീസ് എന്നുള്ളതും എക്സാമിന് 6 തവണയും ചോദിച്ചിട്ടുണ്ട്. ദെൻ ലാൻഡ് ഗ്രാൻഡ്സ്, ഇറിഗേഷൻ, ടെമ്പിൾ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റും. ദെൻ മാപ്പ്, ട്രേഡ് മാർക്കറ്റ്സ്, ഗിൽസ് ഓർ നഗരം, ടൗൺസ് എന്നുള്ളതും 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ടെമ്പിൾ, ഫൈനാൻസ്, എൻഡോമെന്റ്സ് എന്നുള്ളതും 5 തവണയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു അർബനൈസേഷൻ, സോഷ്യൽ റാങ്കിങ്, ശൈവ, വൈഷ്ണവ, ഭക്തി എന്നുള്ളതും 4 തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽസും ആ ഒരു അതിന്റെ വേസരാണെങ്കിലും ദ്രാവിഡ ആണെങ്കിലും ഒക്കെ ഒരു ഒരു 3 തവണയും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ടോപ്പിക് റീജിയണൽ കിങ്ഡംസ് ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് സോഴ്സസ് ആണ്. ദെൻ ചോള പൊളൈറ്റി, അതിനുശേഷം ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനുശേഷം അഗ്രാരിയൻ യൂണിറ്റ് 5-ലെ, ദെൻ യൂണിറ്റ് 6-ലെ ട്രേഡ് ആൻഡ് ഗിൽഡ്സ്, യൂണിറ്റ് 12-ലെ ടെമ്പിൾ എക്കോണമി. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആദ്യം തന്നെ ഒരു പ്ലാന് തയ്യാറാക്കി വെക്കുക. അതിൽ തിസിസ് വേണം, 3 ക്ലെയിംസ് വേണം, അതിൽ എവിഡൻസ് വേണം. ദെൻ 2 ഇൻസ്ക്രിപ്ഷനും ഒരു കോയിനും പഠിച്ചു വെക്കുക. ഈ ഓരോ ഏരിയയിൽ നിന്നും അതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സോഴ്സ് വേണമല്ലോ. അതാണ് നമ്മൾ ഈ ഒരു ഹൈ പ്രയോറിറ്റിയിൽ ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ദെൻ മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്കുകളാണ് അർബനൈസേഷന്, വർണ്ണ, ജാതി, ശൈവ, ഭക്തി, വൈഷ്ണവ ഭക്തി, ജെൻഡർ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ളത്. സോ ഇതിന് വേണ്ടിയിട്ട് ഫ്ലാഷ് കാർഡ്സ് തയ്യാറാക്കി വെക്കുക. അതിലെ ടേംസ് അല്ലെങ്കിൽ സൈറ്റ്, ഇപ്പം ആർക്കിടെക്ചർ ആണെങ്കിൽ സൈറ്റ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു 12 മിനിറ്റിന്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ഷോർട്ട് എസ്സേ തയ്യാറാക്കി വെക്കുക. അപ്പൊ ആർക്കിടെക്ചറിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നഗര വേഴ്സസ് ദ്രാവിഡ ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നഗര സ്റ്റൈലിനെയും ദ്രാവിഡ സ്റ്റൈലിനെയും ഫീച്ചേഴ്സ് കമ്പയർ ചെയ്തുകൊണ്ട് പഠിച്ചു വെക്കാം. ലോ പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വേസര, ട്രാൻസ് റീജിയണൽ കോണ്ടാക്ട്സ്, സയൻസ് ആൻഡ് നോളജ് എന്നുള്ളത്. ഇതൊരു 250 വേർഡ്സിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതിലെ ഇപ്പം വേസര സ്റ്റൈൽ ആർക്കിടെക്ചർ ഒക്കെ പറയുകയാണെങ്കിൽ അതിന്റെ സൈറ്റ് ഏതാണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സയൻസ് ആൻഡ് നോളജ് ഒക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുകൾ പഠിച്ചു വെക്കുക. അതിനത് ഒന്നുകൂടി ഒരു 2 തവണയൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കാന്നുള്ളതാണ്. ഇനി ഫൈനലി നമ്മളൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. BA ഹിസ്റ്ററി ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025, BHIC 105 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 3, മാക്സിമം 100 മാർക്കാണ്, ടൈം 3 hours ആണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത് attempt any 5 questions in about 400 words each. Attempt at least 2 questions from each section. All questions carry equal mark. 5 questions ആണ് നമ്മൾ ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ടത്. 400 വേർഡ്സിലാണ് നമ്മൾ അത് എഴുതേണ്ടത്. ഇപ്പം 2 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക. അതിൽ അറ്റ്ലീസ്റ്റ് ഓരോ സെക്ഷനിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം നമ്മൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. സെക്ഷൻ 1-ലെ ആദ്യത്തെ ക്വസ്റ്റ്യന് inscriptions and land grants charters are partisan documents yet indispensable. Evaluate this statement with reference to their content, intent and limits for reconstructing early medieval history. 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ analyze the process of state formation in western and northern India with attention to lineage claims, military organization and strategies of legitimation among emerging Rajput houses. 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Then third one, examine Chola local institutions or Nadu Sabha as instruments of governance and fiscal extraction. How did these bodies interact with the temple endowments and maritime policy? 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Then fourth one, write short notes on any 2 of the following about 200 words each. അപ്പം 200 വേർഡ്സിൽ ഏതെങ്കിലും 2 ഷോർട്ട് നോട്ട് ഇതിൽ നിന്നും എഴുതാന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ഒരു ടോപ്പിക് കൊടുത്തിട്ടുള്ളത് രാഷ്ട്രകൂട കോഡ് കൾച്ചർ ആൻഡ് മോഡ്സ് ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്.
രണ്ടാമത്തെ ടോപ്പിക് ബ്രഹ്മദേയ or Agrahara grants and rural hierarchies. Then third one, distinctive features of Vesara temple architecture. And fourth one, Shashnama as a converse narrative and later historical memory. ഇനി സെക്ഷൻ 2 വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് present a recent review of Indian feudalism debate for the early medieval period. Discuss main thesis and counter arguments and assess its usefulness for understanding social and economical change. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. The next one, trace the economy and trade networks of Peninsular India with a special reference to agrarian expansion, guild organization, and Indian Ocean ports. What explains periodic surges in long distance maritime exchange? 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Then next question, were the Bhakti tradition south and later north primarily devotional renewals or also interventions in the social order? Substantiate with the examples of poets, saints, institutions and audiences. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Then last question, ഷോർട്ട് നോട്ട് ആണ്. ഏതെങ്കിലും രണ്ടെണ്ണമാണ് എഴുതേണ്ടത്, 200 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഷോർട്ട് നോട്ടിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് urbanization in the southern Deccan and Tamil regions 900 to 1200 CE. Then രണ്ടാമത്തത് irrigation technologies and their fiscal agrarian impact. Then third one, Alvas and Nayanmas themes genres. Then last one, knowledge practices, astronomy and the instruments in early medieval India. So ഇതാണ് നമ്മളുടെ ഒരു predictive question paper എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ PYQA അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഫോൾഡറിൽ കാണാൻ പറ്റും. സോ അതിൽ നിങ്ങൾ എത്രത്തോളം ഒരു നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും, അതിൽ എങ്ങനെയായിരിക്കണം ആൻസറിന്റെ സ്ട്രക്ചർ വേണ്ടത്, ഏതൊക്കെ പ്രധാന പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗൈഡ് ബുക്ക് ആണ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതെല്ലാവരും മസ്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. സോ നിങ്ങളുടെ എക്സാമിന് കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാം എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.